ഹായ്, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്, അതേപോലെ ഒരു റിസൾട്ടാണ്. അത് നിങ്ങൾ നല്ലപോലെ എഴുതി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഹെഡിങ് ആണ് ദ ഇൻ്റഗ്രൽ ടെസ്റ്റ് ആൻഡ് പി സീരീസ് എന്നുള്ളതാണ് ഹെഡിങ്. ആദ്യം ഈ തിയറം 5 ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുക. തിയറത്തിന്റെ പേര് ഇന്റഗ്രൽ ടെസ്റ്റ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റഗ്രേഷനുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവും. നമ്മൾ നിലവിൽ പഠിക്കുന്ന എന്തിനെ കുറിച്ചാണ്? സീരീസിന്റെ കൺവെർജൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നിലവിൽ പഠിക്കുന്നത്. പക്ഷെ ഇന്റഗ്രൽ ടെസ്റ്റ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ എന്തായിരിക്കും നാച്ചുറലി പഠിക്കാൻ പോകുന്നത്? സീരീസിന്റെ കൺവെർജൻസിനെ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, അതായിരിക്കും ഇന്റഗ്രൽ ടെസ്റ്റ് എന്നൊരു പേര് തന്നെ വരാൻ റീസൺ. ഓക്കെ, അപ്പോ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് സിഗ്മ യു എൻ എന്ന് പറയുന്നത് സീരീസ് ഓഫ് പോസിറ്റീവ് ടേംസ് ആണ്. ഓക്കെ, സിഗ്മ യു എൻ എന്ന് പറയുന്നത് സീരീസ് ഓഫ് പോസിറ്റീവ് ടേംസ് ആണ്. എഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ സീരീസിന്റെ ജനറൽ ടേം എന്താണ്? യു എൻ എന്നുള്ളതാണ് ജനറൽ ടേം എന്ന് പറയുന്നത്. ഈ യു എൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ സീരീസിന്റെ ഇപ്പൊ എന്ത് ടേംസിനോ 1/n വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 1 + 1/2 + 1/3 + എക്സെട്ര എന്ന് പറഞ്ഞ സീരീസിന്റെ എന്ത് ടേം 1/n അല്ലേ? എങ്കിൽ ഇവിടുത്തെ എഫ് എക്സ് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എന്നിനെ റീപ്ലേസ് ചെയ്ത് എക്സ് ആക്കും. ഓക്കെ, എങ്കിൽ എഫ് എക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1/x. മനസ്സിലായി? അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നത്. എഫ് എക്സ് ബി ദ ഫംഗ്ഷൻ ദാറ്റ് റിസൾട്ട് when n is replaced by x in the general term of the series. അപ്പോ ഇങ്ങനെ ഉണ്ടാക്കുന്ന എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഡിക്രീസിങ്ങും അതേപോലെ കണ്ടിന്യൂസ് ആണെന്നിരിക്കട്ടെ. എവിടെ? ഒരു a ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇന്റർവെല്, a എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആണ്. ഈ ഇന്റർവെലിനകത്ത് ഡിക്രീസിങ്ങും അതേപോലെ കണ്ടിന്യൂസ്. എന്താണ് ഈ ഡിക്രീസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഫംഗ്ഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത്തരം ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ തൊട്ടാണ് ഇപ്പൊ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പം a2 അങ്ങോട്ട് ഇൻഫിനിറ്റിയിലേക്ക്. സോ a ഇൻഫിനിറ്റിയിൽ ഡിക്രീസിങ് അതേപോലെ കണ്ടിന്യൂസും ആയിട്ട് ആണ് ഉള്ളൊരു ഫംഗ്ഷൻ ആണ് ഈ എഫ് എന്നെങ്കിൽ സിഗ്മ n = 1 to infinity un ഉം ഇന്റഗ്രൽ a to infinity fx dx ഉം ഇവർ രണ്ടുപേരും ഒരേപോലെ കൺവേർജ് ചെയ്യും, ഒരേപോലെ ഡൈവേർജ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ ഈ സീരീസിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നതിന് പകരം ഇന്റഗ്രൽ a to infinity f of x dx കണ്ടുപിടിക്കുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാലോ ഫംഗ്ഷന്. ഈ ഇന്റഗ്രേഷൻ നമ്മൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സീരീസ് കൺവേർജ് ചെയ്യുന്ന പറയും. നേരെ വെച്ച് ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഒരു ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ പറയും നമ്മുടെ സീരീസ് എന്താണെന്ന് പറയും? ഡൈവേർജന്റ് ആണെന്ന് പറയും. ടെക്നിക്ക് മനസ്സിലായി? വേണമെങ്കിൽ ഞാൻ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമുക്ക് സിഗ്മ n = 1 to infinity un എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. ഇത് കൺവേർജ് ചെയ്യുമെന്ന് നമുക്ക് നോക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് അറിയോ? ഇതിന്റെ എന്ത് ടേം എടുക്കും? un. ഓക്കെ, ഈ എന്ത് ടേമിനെ ആ n എന്ന് പറയുന്ന ആൾക്കാരുള്ളൂ എന്ത് ടേമിനത് ആ എന്നിനെ മാറ്റിയിട്ട് പകരം എക്സ് ആക്കും. എന്നിന് പകരം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കിട്ടും. ഈ ഫംഗ്ഷൻ കിട്ടുന്ന ഫംഗ്ഷൻ ഡിക്രീസിങ്ങും അതേപോലെ എന്ത് കണ്ടിന്യൂസും ആണെന്നിരിക്കട്ടെ. എവിടെ? ഏതെങ്കിലും ഒരു a തൊട്ട് വലത്തേക്ക് മൊത്തത്തിൽ നമ്മുടെ പ്ലെയിനില് ഇതാണ് എക്സ് വൈ പ്ലെയിൻ, ഇതാണ് a. നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ പോയിട്ട് ഇവിടെ തൊട്ട് പിന്നെ എല്ലാം ഡിക്രീസ് എന്നായിരിക്കട്ടെ. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കിയേ a തൊട്ട് വലത്തോട്ട് എന്താണ്? ഡിക്രീസിങ് ആണ്. സോ അങ്ങനെയുള്ള ഫംഗ്ഷൻ ആണ് ഈ എഫ് എന്നുണ്ടെങ്കിൽ ഈ സിഗ്മ n = 1 to infinity un ഉം ഇന്റഗ്രൽ a to infinity fx dx ഇവരുടെ കൺവെർജൻസ് വാല്യൂയും ഡൈവേർജൻസ് വാല്യൂയും സെയിം ആയിരിക്കും. അവരുടെ നേച്ചർ സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഇന്റഗ്രൽ വാല്യൂ ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഈ സമ്മ് എന്തായിരിക്കും? കൺവേർജ് ചെയ്യും. ഈ ഇന്റഗ്രൽ വാല്യൂ ഇൻഫിനിറ്റോ മൈനസ് ഇൻഫിനിറ്റോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സം എന്തായിരിക്കും? ഈ സീരീസ് എന്തായിരിക്കും? ഡൈവേർജന്റ് ആയിരിക്കും. ഇതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പിടിയോ? അപ്പൊ ഇത് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യാം. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ടിലേക്ക് നമ്മൾ പോകുന്നത്. പറയുന്നതാണ്
തിയറമാണ് വന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആദ്യം നോക്കാം. കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ഓഫ് പി സീരീസ്. അതായത് പി എന്ന് പറയുന്നത് ഒരു റിയൽ കോൺസ്റ്റന്റ് ആണ്, റിയൽ നമ്പർ ആയിരിക്കട്ടെ എങ്കിൽ സിഗ്മ n equal to 1 to infinity 1 by n raised to b എന്ന് വെച്ചാൽ എന്താ, 1 by 1 raised to b plus 1 by 2 raised to b plus 1 by 3 raised to b plus etc 1 by n raised to b plus etc. ഈ സീരീസ്, ഓക്കെ, ഈ സീരീസിനെ വിളിക്കുന്ന പേരാണ് പി സീരീസ്. ഓക്കെ, ഇതിന് വേറെ പേരുണ്ട്, ഹൈപ്പർ ഹാർമോണിക് സീരീസ് എന്നും റീമാൻ സീറ്റ സീരീസ് ഒക്കെ വേറെ പേരുകളുണ്ട്. ആ പേരുകൾ ഓർത്തിരിക്കുക. എങ്കിലും കോമൺലി നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് പി സീരീസ് ആണ്. അപ്പം ഇതൊരു സീരീസ് ആണല്ലോ. ഈ സീരീസ് ഡൈവേർജ് ചെയ്യും എപ്പോൾ ആ പിയുടെ വാല്യൂ 0 വരുന്നില്ല, 0 ലെസ് ദാൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യുന്ന എപ്പോൾ പി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ കൺവേർജ് ചെയ്യും. നിങ്ങൾ ഈ പി സീരീസ് കാണണം, എവിടെ അറിയാം, ഈ പിക്ക് 1 കൊടുക്കുന്ന ആളെ പറ്റി നമ്മൾ പഠിക്കും. അതായത് നമ്മൾ ഹാർമോണിക് സീരീസ് വിളിക്കുന്നത് പിക്ക് 1 കൊടുക്കുന്നു, 1 plus 1 by 2 plus 1 by 3 plus 1 by 4 plus etc. അല്ലെ നമ്മൾ ഹാർമോണിക് സീരീസ്. അവിടെ പിയുടെ വാല്യൂ എത്രയാണ്? 1. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഡൈവേർജൻ ആണ്. അത് നമുക്ക് ഇവിടുന്ന് പറയുന്നത് 0 ലെസ് ദാൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഡൈവേർജ് ചെയ്യും. അപ്പൊ ശരിയാ, പിയുടെ വാല്യൂ 1 ആകുമ്പോൾ ഇത് ഡൈവേർജ് ചെയ്യും. അപ്പം അവിടെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇപ്പം പ്രൂഫ് വേണ്ട, തൽക്കാലം നിങ്ങൾക്ക് മനസ്സിൽ വെച്ചാൽ മതി. അതിന്റെ റീസൺ വെച്ചാൽ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്ത് കാണിക്കാം. പി ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ ഇത് ഡൈവേർജന്റ് ആണെന്നും, അതേപോലെ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ കൺവേർജന്റ് ആണെന്നും, പിന്നെ 0ക്കും 1നും ഇടയ്ക്കാണ് പിയുടെ വാല്യൂ എങ്കിൽ ഡൈവേർജന്റ് ആണെന്നൊക്കെ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാം. ഇവിടെ ഏറ്റവും പ്രധാനം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാന്നുള്ളതാണ്. എന്താണ് പി സീരീസ്? പി സീരീസ് എന്ന് പറഞ്ഞാൽ സിഗ്മ n equal to 1 to infinity 1 by n raised to b എന്ന് പറയുന്ന സീരീസ്. ഇതിനാണ് പി സീരീസ് വിളിക്കുന്നത്. ഈ പി സീരീസ് കൺവേർജ് ചെയ്യും എപ്പോൾ പി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ, ഡൈവേർജ് ചെയ്യും എപ്പോൾ 0 ലെസ് ദാൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ ഡൈവേർജ് ചെയ്യും. അപ്പം നമ്മൾ അതിന്റെ പ്രൂഫിലേക്ക് പോകാൻ പോവാണ്. ഇത് ഡയറക്റ്റ് പ്രൂവ് ചെയ്തിട്ടില്ല, ഒരു കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഇതിന്റെ പ്രൂഫിലേക്ക് പോകാൻ പറ്റും. അപ്പം ഇതിന്റെ പ്രൂഫ് പോകുന്നത് പറയോ, ആദ്യം പല കേസ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രൂഫ് എഴുതുന്നത്. കേസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഈക്വൽ ടു 1 ആണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത്. പിയുടെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ ഇത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഇത് ഡൈവേർജന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. തൽക്കാലം നമുക്ക് അത് മാത്രം ഇപ്പൊ പഠിക്കാം. പി ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ നമ്മുടെ സീരീസ് എന്തായിരിക്കും? നമ്മുടെ ആക്ച്വൽ സീരീസ് സിഗ്മ n equal to 1 to infinity 1 by n raised to b. ഇവിടെ p ക്ക് 1 ആവുമ്പോഴത്തേക്ക് ഈ സീരീസ് എന്താവും? സിഗ്മ n equal to 1 to infinity 1 by n അല്ലേ? when p equal to 1 ആവുമ്പോൾ ഇതെന്താവും? ഇങ്ങനെ. ഇതിന്റെ എക്സ്പാൻഷൻ ചെയ്ത് നമുക്ക് എന്ത് വരും? 1 plus 1 by 2 plus 1 by 3 plus 1 by 4 plus etc. plus n ടേം എന്താ? 1 by n plus etc. ഇതായിരിക്കുമല്ലോ. ഇവിടെ നിന്ന് നമ്മൾ എന്തുണ്ടാക്കണം? എഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യണം. ശരിയല്ലേ? എഫ് എക്സ് നമുക്ക് ഉണ്ടാക്കണം. എഫ് എക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഇവിടുന്ന് എന്ത് ടേം എടുക്കുക? യു എൻ. ഇവിടുത്തെ യു എൻ എന്ന് വെച്ചാൽ ആരാ? 1 by n. ഇവിടുന്ന് എഫ് എക്സ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ എന്ത് ടേമിന്റെ n മാറ്റിയിട്ട് എക്സ് കൊടുക്കണം. അപ്പൊ എന്ത് വരും? 1 by x. അപ്പം ഈ 1 by x എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്? എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ കീ പോയിന്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1 by x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാം. 1 by x ന്റെ ഗ്രാഫ് എങ്ങനെ വരും? നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഇങ്ങനെ കുറഞ്ഞു വരും. രണ്ട് പീസ, രണ്ട് കഷ്ണങ്ങളായിട്ട് നടക്കുക. നോക്കിയേ, ശരിയല്ലേ? ഇങ്ങനെ വരും. നിങ്ങൾ 1 by x ന്റെ ഗ്രാഫ് മൊബൈലിൽ ജസ്റ്റ് സെർച്ച് നോക്കുക, ഇങ്ങനെ പോകും. ഇത് നോക്കിയേ, ഇത് കണ്ടിന്യൂസ് അല്ല. ടോട്ടലി നോക്കുമ്പോൾ കണ്ടിന്യൂസ് അല്ല. കാരണം എന്താ? ഈ 0 ബ്രേക്ക് ഉണ്ട്. പക്ഷേ ഏകദേശം ഇവിടം തൊട്ട് വലത്തോട്ട് ഇത് ബ്രേക്ക് ഇല്ലല്ലോ. ശരിയല്ലേ? ഏകദേശം ഈ പോയിന്റ് തൊട്ട് വലത്തോട്ട് ഇതിന് എന്തില്ല? ബ്രേക്ക് ഇല്ല. അതായത് കണ്ടിന്യൂസ് ആണ്. മാത്രമല്ല ഈ കർവ് എങ്ങനെ താഴേക്ക് പോയില്ല. സോ ഇതെന്താണ്? ഇറ്റ് ഈസ് ഡിക്രീസിങ്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, 1 തൊട്ട് 1ന് മുമ്പ് തന്നെ ഡിക്രീസിങ് കണ്ടിന്യൂസ് ആവുന്നുണ്ട്. എങ്കിലും ക്ലിയർലി 1ന്റെ വലത്തോട്ട് ഇതെന്താണ്? കണ്ടിന്യൂസും ആണ്. എന്താണ്? ഡിക്രീസിംഗ് ആണ്. സോ നമുക്ക് പറയാൻ പറ്റും എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരുമ്പോൾ
ഇത് കണ്ടിന്യൂസ് ആണ്, ഡിക്രീസിംഗ് ആണ്. സോ നമ്മൾ ഒരു എ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, അവിടെ കണ്ടിന്യൂസും ഡിക്രീസിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ എ ആയിട്ട് നമുക്ക് എത്ര ചൂസ് ചെയ്യാം? 1 ചൂസ് ചെയ്യാം. സോ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇന്റർവെൽ 1 ഇൻഫിനിറ്റിയിൽ കണ്ടിന്യൂസുമാണ്, അതേപോലെ എന്തുമാണ്? ഡിക്രീസിംഗുമാണ്. സോ നമുക്ക് ഇവിടെ എന്ത് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും? നമ്മുടെ ഇന്റഗ്രൽ ടെസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇന്റഗ്രൽ ടെസ്റ്റ് പ്രകാരം നമ്മൾ അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി, സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/n നോക്കുന്നതിന് പകരം ഏത് നോക്കിയാൽ മതി? ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x dx നോക്കിയാൽ മതി. ഈ ഇന്റഗ്രൽ വാല്യൂ ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. നോക്കിയേ, നിങ്ങൾ ഇൻഫിനിറ്റി ലിമിറ്റ് വരുന്ന ആൾക്കാരെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവാൻ വഴിയില്ല. പക്ഷെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ അതിന് പകരം നമുക്ക് ഫൈനൈറ്റ് വാല്യൂസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു സെക്കൻഡ്